മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. റീത്താമ്മയും ഫാമിലിയും എത്ര ശ്രമിച്ചിട്ടും അലീനയെ കൊട്ടാരം മറ്റത്ത് വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ റീത്താമ്മ ഒരു തീരുമാനത്തിലെത്തുന്നു. പൗലോസിനോട് പറഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും കഴിക്കുന്നതിൽ കലർത്തി കൊടുക്കാൻ. ഈ കാര്യം റീത്താമ്മ പൗലോസിനോട് പറയുകയാണ്. ആ സമയത്ത് പൗലോസ് പറയും, എനിക്ക് പേടിയാണ്, ഇത് സാറെങ്ങാനും അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് പറയുകയാണ് റീത്താമ്മയോട്. ആ സമയത്ത് റീത്താമ്മ പൗലോസിനോട് പറയും, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ചെയ്തതാണെന്ന് ഒരിക്കലും ഇത് അറിയാൻ പോകുന്നില്ലെന്ന് പറയുകയാണ്. താമ പൗലോസിനോട് പറയും, നീ പറയുന്ന കാശ് നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ പൗലോസ് പറയുന്നു, എനിക്ക് ഒരു 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഇത് ഞാൻ ചെയ്യാം, പക്ഷേ ഇത് ഞാനാണ് ചെയ്തത് എന്ന് ഒരിക്കലും സാറും ആരും അറിയാൻ പാടില്ല, ഇത് റീത്താമ്മ ചേച്ചി മാത്രമേ അറിയാൻ പാടുകയുള്ളൂ എന്ന് പൗലോസ് റീത്താമ്മയോട് പറയുന്നു. ആ സമയത്ത് റീത്താമ്മ, ഇത് ഞാനും നീയും മാത്രമേ അറിയുകയുള്ളൂ, നിൻ്റെ അക്കൗണ്ടിലോട്ട് ഉടനെ തന്നെ ഞാൻ ഒരു 5 ലക്ഷം രൂപ ഇടും എന്ന്, ഇത് ഇട്ട പാടെ നീ ഇത് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യണം, നീ അവൾക്ക് കുറച്ച് പാല് കൊണ്ടുപോയി കൊടുക്കുക, അപ്പം ഞാൻ പറയുന്ന സ്ഥലത്തോട്ടേക്ക് നീ വരണം, അവിടെ വെച്ച് ഞാൻ നിനക്കൊരു സാധനം തരും, അത് നീ ആ പെണ്ണ് കഴിക്കുന്ന പാലിൽ നീ കലർത്തി കൊടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ റീത്താമ്മയും പൗലോസും ആരും അറിയാതെയും കാണാതെയും ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു. അവിടെ വെച്ച് റീത്താമ്മ പൗലോസിനെ ഒരു പൊടി കൊടുക്കുന്നു. അങ്ങനെ റീത്താമ്മ പൗലോസിനോട് പറയുന്നു, ഈ പൊടി നീ അവൾക്ക് രാത്രി പാല് കലക്കി കൊടുക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് പൗലോസ് പറയും, അവൾ രാത്രി പാല് കുടിക്കാറില്ല, പക്ഷേ നീ നിർബന്ധിച്ച് കൊണ്ട് തന്നെ അവളെ കൊണ്ട് കുടിപ്പിക്കാൻ ഇത് ശ്രമിക്കണം, പക്ഷേ നീ ഇത് കൊണ്ട് കൊടുക്കരുത്, ഇത് നീ വീട്ടിലുള്ള ഔതക്കുട്ടിച്ചായും കുറച്ച് ദിവസമായി വീട്ടിലുണ്ടല്ലോ, അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എങ്കിൽ ഇതാരും അറിയില്ലെന്ന് പറയുകയാണ്. അങ്ങനെ പൗലോസ് വീട്ടിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രി ആയിരുന്ന സമയത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് സ്റ്റാൻലി കിടക്കാൻ പോകുന്നു. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ്റെ അടുത്തോട്ടേക്ക് ചെന്ന് പൗലോസ് പറയുന്നു, ഇന്ന് അലീന കൊച്ച് ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കാതെ കിടന്നാൽ ഹെൽത്തിന് പ്രശ്നം വരില്ലേ എന്ന് പറയുകയാണ് പൗലോസ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ പറയും, അവൾക്ക് വേണമെങ്കിൽ അവൾ കഴിച്ചോളും, ഭക്ഷണം കഴിക്കാതിരുന്നാലും ആരോഗ്യമൊക്കെ ഉണ്ടാകും, അവൾക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. പൗലോസ് പറയും, എങ്കിലും ഇത് സാററിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ, സാറ് പറഞ്ഞിരുന്നു അവളൊന്നും കഴിച്ചില്ല എങ്കിൽ പാലെങ്കിലും അവൾക്ക് കൊടുക്കണം നിർബന്ധിച്ച് എന്ന്, എന്നെ അലീന കൊച്ചിന് ഇഷ്ടമല്ലല്ലോ, ഔതക്കുട്ടി സാറ് കൊടുത്താൽ ചിലപ്പോൾ കൊച്ച് കഴിക്കില്ലേ, ഞാൻ വേണമെങ്കിൽ പാലെടുത്ത് കൊണ്ടുവരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടി ചായം പറയും, എങ്കിൽ നീ എടുത്തോണ്ട് വാ, ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ പൗലോസ് അടുക്കളയിൽ ചെന്ന് പാലെടുക്കും. പാലിൽ ആരും കാണാതെ ആ പൊടി ചേർത്ത് ഇളക്കി ആ പാലുമായി ഔതക്കുട്ടി ചായൻ്റെ അടുത്തോട്ടേക്ക് വരികയാണ്. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ ആ പാല് വാങ്ങി അലീനയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അലീന പറയും, എനിക്കിന്ന് പാലൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് വ്രതത്തിലാണെന്ന്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ പറയും, ഈ പാലെങ്കിലും കുടിക്ക്, എന്തിനാ പപ്പയോടുള്ള ദേഷ്യം ഈ പാലിനോട് കാണിക്കുന്നത്, ഞാനൊരു ദേഷ്യവുമല്ല, ഞാനെന്താ വ്രതത്തിലാണെങ്കിലും പാലൊക്കെ കഴിക്കാലോ, മോളിതൊന്ന് കുടിക്കുക എന്ന് പറയും. അങ്ങനെ പൗലോസ് ആരും കാണാതെ മുറിയുടെ പുറത്ത് നിന്ന് ഇതെല്ലാം നോക്കുന്നുണ്ടാകും. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ്റെ നിർബന്ധത്തോടു കൂടി അലീന ആ പാല് കുടിക്കുന്ന സമയത്ത് അലീന ഔതക്കുട്ടിച്ചായനോട് പറയും, ഇത് ഞാൻ അപ്പച്ചന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്, അല്ലാതെ പപ്പയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുകയാണ്. അങ്ങനെ അലീന ആ പാല് കുടിക്കും. ഇത് കാണുന്ന പൗലോസ്, സമാധാനമായി, അവൾ ആ പാല് കുടിച്ചല്ലോ, ഇനി എന്താ സംഭവിക്കാമെന്ന് നോക്കാലോ, അവളുടെ ഇവിടത്തെ കളിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൗലോസ് അവിടെ നിന്നും പോകും. പിന്നീട് ഔതക്കുട്ടിച്ചായൻ അലീനയോട് പറയും, മോള് കിടന്നോ, ഇന്ന് കുറേ ഭക്ഷണം കഴിക്കാത്തതല്ലേ, അതിൻ്റെ എല്ലാം ക്ഷീണമുണ്ട് മോളുടെ മുഖത്തെ, അതുകൊണ്ട് കിടന്നോ എന്ന് പറയും. അങ്ങനെ അലീന കിടക്കാൻ പോകും. ഔതക്കുട്ടിച്ചായ മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് പോകും. പിന്നീട് പൗലോസ് ചെന്ന് ഫോണെടുത്ത് റീത്താമ്മയെ വിളിക്കുന്നുണ്ട്. റീത്താമ്മ പൗലോസിനോട് ചോദിക്കും, നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പൗലോസ് പറയും, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് പൗലോസ്. ആ സമയത്ത് റീത്താമ്മ പറയും, നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല, നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് ഫോണിൽ സംസാരിക്കേണ്ട, നമ്മൾ സംസാരിച്ചതെല്ലാം നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ പൗലോസ് ഫോണിലുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യും. റീത്താമ്മയും ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ശേഷം റീത്താമ്മ അങ്ങനെ മനസ്സിൽ കരുതുകയാണ്, അവളുടെ അവിടുത്തെ ഭരണം കഴിഞ്ഞു. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം അങ്ങനെ ഔതക്കുട്ടിച്ചായ രാവിലെ എണീറ്റ് ഇങ്ങനെ
സിറ്റൗട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇന്നെന്താ അലീന മോൾ എണീറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലിയോടെ. ആ സമയത്ത് സ്റ്റാൻലി പറയും, എനിക്കറിയില്ല, അവൾ എന്നും നേരത്തെ എണീക്കാറുണ്ടല്ലോ, ഇന്ന് അവളെ ഇവിടെ എവിടെയും കണ്ടില്ല, എന്നോടുള്ള പിണക്കത്തിലല്ലേ എന്ന് പറയുകയാണ് സ്റ്റാൻലി. ഔദക്കുട്ടിച്ചായം പറയും, എങ്കിലും എന്ത് പറ്റി മോൾക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഔദക്കുട്ടിച്ചായം അലീനയുടെ മുറിയിലോട്ട് പോകും. അങ്ങനെ മുറിയിൽ ചെന്ന് കതകിന് മുട്ടുന്ന സമയത്ത് കതക് തുറക്കില്ല. പെട്ടെന്ന് ഔദക്കുട്ടിച്ചായം കതക് തുറന്ന് അകത്തോട്ടേക്ക് ചെല്ലും. ആ സമയത്ത് അലീന ബെഡിൽ കിടക്കുകയായിരിക്കും. ആ സമയത്ത് ഔദക്കുട്ടിച്ചായം ഇങ്ങനെ പറയും, ഇത്രയും സമയമായിട്ടെന്താ മോള് എണീക്കാതിരുന്നത്, മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, കാലത്തെ എണീറ്റ് ഇവിടെയെല്ലാം ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നല്ലോ, ഇന്ന് എണീറ്റിട്ടില്ലല്ലോ. സമയത്ത് അലീനയുടെ അടുത്തോട്ടേക്ക് ഔദക്കുട്ടിച്ചായം ചെല്ലും. എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ ഇങ്ങനെ വിളിക്കും. ആ സമയത്ത് അലീന എണീക്കില്ല. എന്താ മോളെ എണീക്കാത്തത്, മോളെ മോളെ എന്ന് ഔദക്കുട്ടിച്ചായം പിന്നെയും പിന്നെയും വിളിക്കും. ആ സമയത്ത് അലീന എണീക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ ഔദക്കുട്ടിച്ചായന് പേടി വരും. ഔദക്കുട്ടിച്ചായം മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങി, സ്റ്റാൻലി ഇനി ഓടി വാ, മോളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി അങ്ങോട്ടേക്ക് ഓടി വരും. ഇങ്ങനെ സ്റ്റാൻലിയും അലീനയെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് സ്റ്റാൻലി എണീക്കുന്നില്ല. ഔദക്കുട്ടിച്ചായം സ്റ്റാൻലിയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന്. അങ്ങനെ സ്റ്റാൻലി പെട്ടെന്ന് തന്നെ അലീനയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അലീനയെ ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായനും അതുപോലെ സ്റ്റാൻലിയും പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ സ്റ്റാൻലിയോട് പറയും, എന്തോ ഭക്ഷണത്തിൽ നിന്നും കലർന്നതാണ്, എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ചോദിക്കും, ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സമയത്ത് സ്റ്റാൻലി പറയും, മോൾ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നലെ ഫുള്ള് വ്രതത്തിലായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയും, എന്തോ ഒന്ന് രാത്രി വയറ്റിൽ ചെന്നിട്ടുണ്ട്, അതാണ് ഈ ബോധക്ഷയത്തിനും എല്ലാത്തിനും കാരണം, ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല, കണ്ണ് തുറന്നാലേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും, പപ്പയ്ക്ക് അറിയോ എന്തെങ്കിലും പ്രത്യേകിച്ച് അലീന കഴിച്ചതായിട്ട് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, പ്രത്യേകിച്ചൊന്നും മോൾ ഇന്നലെ ഒന്നും കഴിച്ചില്ല, പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം ഒരു ഗ്ലാസ് പാല് മാത്രമാണ് കുടിച്ചത് എന്ന് പറയുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയും, എങ്കിൽ പാലിൽ നിന്നും എന്തോ കലർന്നിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഇതിന് കാരണം എന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, ടെസ്റ്റുകളുടെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് എന്നും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോകും. ആ സമയത്ത് സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനോട് പറയും, എന്താ പാലിൽ കലർന്നിട്ടുണ്ടാവുക, സാധാരണ പാല് കുടിക്കുന്നത് പോലെയല്ലേ കുടിച്ചിട്ടുണ്ടാവുക എന്ന് പറയും. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, അറിയില്ല, പാലിലൊന്നും കലർത്തിയിട്ടില്ല, എനിക്ക് പൗലോസ് തന്നു, അത് ഞാൻ കൊടുത്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇനി പൗലോസിനോടെ കൂടുതൽ അറിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി, എങ്കിൽ ഇത് പൗലോസിനോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് പൗലോസിനെ വിളിക്കുകയാണ്. ആ സമയത്ത് പൗലോസ് ഒന്ന് പേടിക്കുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് ഫോൺ എടുത്ത്, എന്താ സാറേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പൗലോസിനോട് സ്റ്റാൻലി ചോദിക്കും, ഇന്നലെ പ്രത്യേകിച്ച് മോൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പൗലോസ് പറയും, ഒന്നും കഴിച്ചിട്ടില്ല, എങ്കിൽ മോൾക്ക് ഫുഡിൽ നിന്നും എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായി എന്നാണല്ലോ ഡോക്ടർ പറയുന്നത് എന്ന് പറയുകയാണ്. ആ സമയത്ത് പൗലോസ് പറയും, ഒന്നും കഴിച്ചിട്ടില്ല, പ്രത്യേകിച്ച് രാത്രി കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാല് ഔദക്കുട്ടി സർ കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത് ഞാനാണ് കൊടുത്തത് എന്ന് പറയുകയാണ്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്കായിരിക്കും അതിനുള്ള ശിക്ഷ എന്ന് പറയുകയാണ്. നീയാണ് അടുക്കള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആ സമയത്ത് പൗലോസ് പറയും, സാറേ എനിക്കൊന്നും അറിയില്ല, ഞാൻ പാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മോൾ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് അത് അലീന കൊച്ചിനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അവൾ കണ്ണ് തുറക്കട്ടെ, എന്നിട്ട് എനിക്ക് ബാക്കി എന്ത് കാര്യവും പറയാൻ പറ്റുള്ളൂ, ബ്ലഡ് റിസൾട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വരട്ടെ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ പൗലോസ് ആകെ പേടിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പൗലോസ് ഫോൺ എടുത്തുകൊണ്ട് റീത്താമ്മയ്ക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ റീത്താമ്മ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് പൗലോസിനോട്. ആ സമയത്ത് പൗലോസ് പറയും, അലീന കൊച്ചിനെ ഇവിടെ നിന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ സ്റ്റാൻലി സാർ എനിക്ക് വിളിച്ച് എന്തെങ്കിലും നീ പ്രത്യേകിച്ച് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് റീത്താമ്മ പറയും, നീ പേടിക്കാതെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോ, നീ എവിടെയെങ്കിലും ഒന്ന് പതറിക്കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീരും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് പൗലോസ് പറയും, റീത്താമ്മയുടെ എന്താ പറയുന്നത്, എന്നെ കൊടുക്കുകയാണോ, ഇത് ഞാനല്ല ചെയ്തതെന്ന് റീത്താമ്മയുടെ അല്ലേ പറഞ്ഞത്, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ആ സമയത്ത് റീത്താമ്മ പറയും, നീയല്ലേ പാല് കൊടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നീ പേടിക്കാൻ നിൽക്ക്, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. പൗലോസ് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയെയും ഔദക്കുട്ടിച്ചായനെയാണ്. ആ സമയത്ത് ഇങ്ങനെ അലീനയെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ അലീന ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയും, അലീന എന്ന് വിളിക്കും. ആ സമയത്ത്
അലീനൊന്നും മിണ്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല, കണ്ണ് തുറന്നല്ലോ, അത്രമാത്രം മതി എന്ന് പറയും. അങ്ങനെ ഡോക്ടർ പുറത്ത് ചെന്ന് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, മോള് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ട് സംസാരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയെ കാണാൻ അകത്തോട്ടേക്ക് ചെല്ലുകയാണ്. സ്റ്റാൻലി അലീനയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. അങ്ങനെ അലീനയുടെ അടുത്ത് ചെന്നതിന് ശേഷം സ്റ്റാൻലി അലീനയോട് ചോദിക്കും, ഈ പപ്പയോടുള്ള ദേഷ്യത്തിൽ മോളി എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്ക് പപ്പയോട് യാതൊരു ദേഷ്യവും ഇല്ല, അത് വിചാരിച്ച് ഞാനൊന്നും കഴിക്കാനും എനിക്ക് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണ്. പിന്നെ എന്താ, മോൾക്ക് ഫുഡിൽ നിന്നും എന്തോ ഉണ്ടായി എന്നാണല്ലോ ഡോക്ടർ പറയുന്നത്. ആ സമയത്ത് ഡോക്ടർ പറയും, ബ്ലഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫുഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്താണ് ഇന്നലെ പ്രത്യേകിച്ച് കഴിച്ചത്, അതിൽ നിന്നും എന്തോ ഒരു വാതകം, എന്തോ ഒരു കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് അലീനയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, ഞാൻ ഇന്നലെ രാത്രി അപ്പച്ചൻ തന്ന ഒരു ഗ്ലാസ് പാല് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് കുട്ടിച്ചായൻ പറയും, അത് ഞാനാണ് മോൾക്ക് കൊടുത്തത്, അത് എനിക്ക് പൗലോസ് തന്നു, അത് കൊടുത്തു. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അതിൽ നിന്നും എന്തോ ഒന്ന് അലീനയുടെ അകത്ത് ചെന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് പൗലോസിനെ എനിക്ക് ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന സ്റ്റാൻലിയോട് ചോദിക്കും, പേടിക്കണ്ട, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന സ്റ്റാൻലിയോട് പറയും, ഈ കാര്യം ഒന്ന് അച്ഛനെ വിളിച്ച് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, എന്തിനാ അച്ഛനെ വിളിക്കുന്നത്, എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ, ഞാനാണോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, അതുകൊണ്ടൊന്നുമല്ല, എന്നും ഞാൻ കാലത്ത് അച്ഛനെ ഒന്ന് വിളിക്കാറുണ്ട്, അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അച്ഛൻ ടെൻഷനായിട്ടുണ്ടാകും, എൻ്റെ ഫോണിലോട്ട് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടാവും, ഞാൻ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് വിളിക്കാൻ പറഞ്ഞത് എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ആ വെപ്രാളത്തിനിടയിൽ മോളുടെ ഫോണൊന്നും എടുത്തിട്ടില്ല, അത് വീട്ടിലാണ്, ബാലചന്ദ്രനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്നും വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് അലീനയ്ക്ക് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും നീ ബാലചന്ദ്രൻ മേനോനെ വിളിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്ത് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോണെടുത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്നും കാലത്ത് മോള് വിളിക്കാറുണ്ടല്ലോ, ഇന്ന് വിളിച്ചില്ലല്ലോ, അച്ഛനൊന്ന് ടെൻഷനായി പോയി എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, പേടിക്കേണ്ട, ഞാൻ ഇപ്പോൾ പപ്പയുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കും, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, ഫുഡിൽ നിന്നും ചെറിയൊരു ഇൻഫെക്ഷൻ, അത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, മോള് ഫുഡൊക്കെ നല്ലപോലെ കഴിക്കാറില്ലേ, ഫുഡിൽ നിന്നൊക്കെ എന്താ, അവിടെ കുറേ കുക്കൊക്കെ ഇല്ലേ, പിന്നെന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സ്റ്റാൻലി എന്താ നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ലേ, അയാൾക്ക് നോക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിന്നെ അയാളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചത്, എന്നിട്ടെന്താ അയാൾ നിന്നെ നോക്കുന്നില്ലേ. ആ സമയത്ത് അലീന പറയും, പപ്പ എന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്, ഇന്നലെ ഫുള്ള് ഞാൻ വ്രതം എടുത്തു, അതും പപ്പയ്ക്ക് വേണ്ടിയിട്ട് തന്നെ. ആ സമയത്ത് ഇന്നലെ പാലിൽ നിന്നും എന്തോ ഒന്ന് ശരീരത്തിലോട്ട് കലർന്നു, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്നില്ല, അങ്ങനെ പപ്പയെ എന്നെയാണ് ഹോസ്പിറ്റലിൽ എന്നെ എത്തിച്ച് എന്ന് പറയുകയാണ്. കുറച്ച് സമയം വൈകിയിരുന്നു എങ്കിൽ ഞാനിപ്പോൾ ഈ ഫോൺ വിളിക്കാനുണ്ടാകില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ആകെപ്പാടെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, മോളെ ഫോൺ കട്ട് ചെയ്യേ, എനിക്ക് മോളെ ഇപ്പം തന്നെ കാണണം, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, പപ്പ ഇങ്ങോട്ടേക്ക് ധൃതി പിടിച്ചൊന്നും വരണ്ട, പപ്പയ്ക്ക് എന്നെ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒഴിവിനനുസരിച്ച് വന്നാൽ മതി എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്റ്റാൻലിയോട് പറഞ്ഞതാണ്, ഇയാൾക്ക് നോക്കാൻ പറ്റില്ല എങ്കിൽ മകളെ എന്നെ തന്നെ ഏൽപ്പിക്കാൻ എന്ന് പറയുകയാണ്. മോൾ ഫോൺ കട്ട് ചെയ്യുക എന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ധൃതിയോട് കൂടി വീട്ടിൽ നിന്നും അലീനയെ കാണാൻ പോരാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ബാലചന്ദ്രൻ്റെ ഫോണിലോട്ട് മനു വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മനു ചോദിക്കുകയാണ്, അങ്കിൾ ഇപ്പോൾ തിരക്കിലാണോ, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കൊട്ടാരമറ്റത്ത് പുനലൂർ ഒന്ന് പോകണം എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു അലീനയുടെ അടുത്തോട്ടേക്കാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അതെ എന്ന് പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കും, എന്തിനാ ഇത്ര രാവിലെ തന്നെ അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അലീനയ്ക്ക് സുഖമില്ല, അവൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മനു പറയും,
ഇന്നലെ രാത്രി പോലും അലീന എന്നെ വിളിച്ചിരുന്നല്ലോ, ആ സമയത്ത് പോലും അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, ഇന്ന് കാലത്താണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, എന്തോ ഫുഡിൽ നിന്ന് എന്തോ ഇൻഫെക്ഷൻ എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഫുള്ളായിട്ടൊന്നും അലീന പറഞ്ഞില്ല. കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ തന്നെ പോകണം. അപ്പം ഞാൻ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്, കാറിൽ കയറിയിരിക്കുകയാണ്. ആ സമയത്ത് മനു പറയും, അങ്കിൾ തനിച്ച് പോകണ്ട, ഞാനും വരാം, എനിക്കും അവളെ ഒന്ന് കാണാമല്ലോ, അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയാമല്ലോ. ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്, ഞാനും പോരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, വേണ്ട, ഞാൻ പോയി എന്തൊക്കെയാണ് വിഷയങ്ങൾ ചോദിച്ചറിയാം, എന്നിട്ട് പിന്നീട് ഒരിക്കൽ നീ പോയി കണ്ടോ. ആ സമയത്ത് മനു പറയും, വേണ്ട അങ്കിൾ തനിച്ച് പോകണ്ട, ഞാനും പോരാ, അങ്കിൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞാൻ വരാം, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയും, എങ്കിൽ നിനക്ക് അവളെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് മനു ബാലചന്ദ്രൻ്റെ അടുത്തോട്ടേക്ക് വരികയാണ്. അങ്ങനെ മനു ബാലചന്ദ്രൻ്റെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മനു ബാലചന്ദ്രനും കൂടെ കൊട്ടാരം മറ്റത്തോട്ടേക്ക് പോരുന്നുണ്ട്. അങ്ങനെ കൊട്ടാരം മറ്റത്ത് പോരുന്ന സമയത്ത് അലീനയെ വിളിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നും പോരുകയാണെങ്കിൽ പറയണേ. ആ സമയത്ത് അലീന പറഞ്ഞു, ഇന്ന് ഇവിടെ ഫുള്ള് ഹോസ്പിറ്റലിൽ കിടക്കാനാണ് പറഞ്ഞത്, നാളെ ഡിസ്ചാർജ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. ആ സമയത്തും ബാലചന്ദ്രൻ പറയും, എങ്കിൽ ഞങ്ങൾ അങ്ങ് ഹോസ്പിറ്റലിലോട്ട് വരാം എന്ന്. ആ സമയത്ത് അലീന ബാലചന്ദ്രൻ ചോദിക്കും, അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ലേ വരുന്നത്? അല്ല, എൻ്റെ കൂടെ മനുവും ഉണ്ട്. അവനും ഇതറിഞ്ഞ പാടെ ആകെ ടെൻഷൻ അടിച്ചു. ആ സമയത്ത് അലീന പറയും, ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പതിയെ വന്നാൽ മതി, ഞാനിവിടെ പുനലൂർ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് പറയുകയാണ്. ആ സമയത്ത് അങ്ങനെ ബാലചന്ദ്രനും മനുവും കൂടെ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് ഇങ്ങനെ ഔത കുട്ടിച്ചായനും സ്റ്റാലിയും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിയുടെ അടുത്തോട്ടേക്ക് ചെന്നിട്ട് പറയും, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മകളെ നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ തിരികെ ഏൽപ്പിക്കാമെന്ന്, എന്നിട്ട് എൻ്റെ മകളെ കൊല്ലാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കും ദേഷ്യത്തോട് കൂടിയ ബാലചന്ദ്രൻ. ആ സമയത്ത് സ്റ്റാലി പറയും, നിങ്ങളുടെ മകളോ? നിങ്ങളുടെ ഭാര്യയുടെ മകളല്ലേ, അത് എൻ്റെ മകളല്ലേ, എൻ്റെ ചോര, എന്നിട്ട് ഞാൻ അവളെ കൊല്ലാൻ ശ്രമിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിന് കഴിയുമോ? അങ്ങനെ കഴിയും. അവളെ കൊല്ലണം എന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നിന്നും അവളെ എനിക്ക് വേങ്ങേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളെ തന്നെ അടുത്ത് ഏൽപ്പിക്കാമായിരുന്നു, എനിക്ക് അവളെ വേണ്ടെന്ന് പറയാമായിരുന്നു, എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കൊന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ സംസാരത്തിൽ നിന്നും എനിക്കതാണ് മനസ്സിലായത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റ് പറ്റി, അവൾക്ക് എന്തോ ഫുഡിൽ നിന്ന് എന്തോ ഇൻഫെക്ഷൻ പറ്റി, ഇനി അതല്ല എൻ്റെ വീട്ടിലുള്ളവരാരെങ്കിലും അവളെ കൊല്ലാൻ ശ്രമിച്ചതാണ് എങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഈ സ്റ്റാൻലിക്ക് അറിയാം, സ്റ്റാൻലി ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയും, ഞാനൊന്ന് അവളെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുവും ബാലചന്ദ്രനും കൂടെ അലീനയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കും, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണം. ആ സമയത്ത് അലീന പറയും, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇന്നലെ വ്രതമെടുത്തു, അതും പപ്പയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ എന്തോ ഒരു ഇൻഫെക്ഷൻ പറ്റിയതാണ്, അത്ര മാത്രമേ ഉള്ളൂ, പപ്പയെ വഴക്ക് പറഞ്ഞോ അച്ഛനെ ഒന്ന് ചോദിക്കണം. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു, ഇപ്പം മോളെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, അപ്പോൾ ഞാൻ എന്തൊക്കെയോ സ്റ്റാലിയോട് ഇപ്പോൾ പുറത്ത് വെച്ച് സംസാരിച്ചു എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, പപ്പ പാവാണ്, പപ്പ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ പപ്പയ്ക്ക് കഴിയും, പക്ഷേ ഞാനാണ് കുറച്ച് കുസൃതി കാണിച്ചത്, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചതെന്ന് പറയുകയാണ്. എന്നാലും എങ്ങനെ ഫുഡിൽ നിന്നും ഇതേ ഫുഡ് തന്നെയല്ലേ ആ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുന്നത്, എന്നിട്ട് ഫുഡിൽ നിന്നും മോൾക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റിയത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ സ്റ്റാലിയോട് തന്നെ പറയണം എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ അലീനയോട്. ആ സമയത്ത് അലീന പറയും, അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കണ്ട, ആ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് അലീനയും അതുപോലെ സ്റ്റാലിയും എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.